നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ഫസ്റ്റ് കാർഡ് ദ ഫൂൾ കാർഡാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായാലും ഇവിടെ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇഷ്യൂസിനെ മറികടക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 4 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോട് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നുണ്ട് എന്നാണ്. കാരണം അവർ ഓപ്പൺ അപ്പ് ആവാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല. അവരൊരു ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. അവര് തുറന്നൊരു കാര്യം എക്സ്പ്രസ് ചെയ്യുന്നില്ല, അതുപോലെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. എല്ലാ രീതിയിലും അവർ ബാക്കോട്ട് നിൽക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ കംപ്ലീറ്റ്ലി അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അവർ ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ദ ഡബിൾ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കൊരു മറ്റൊരു റിലേഷൻ ഉള്ളതായിരിക്കാം. അങ്ങനെ ആളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആളുടെ ലൈഫിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു നെഗറ്റിവിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ റിലേഷനെ നെഗറ്റീവ് കാര്യങ്ങളോട്ട്, അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഈ റിലേഷനെ എപ്പോഴും കൊടുക്കുന്ന അതാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളോട് ആൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ടും ആളൊരു ഓപ്പൺ ആയിട്ട് ഈ റിലേഷൻ നിൽക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളോട് ആ ഒരു സ്നേഹമോ കമ്പാഷനോ ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആളുടെ ഒരു മനസ്സ് തുറന്നുള്ള സമീപനം ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ ചിലർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അത് നിങ്ങളോട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം. അതല്ലെങ്കിൽ ഫാമിലിയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരിക്കാം, ക്യാരക്ടർ ഉണ്ടായിരിക്കാം. അവര് നിങ്ങളോട് പ്രകടിപ്പിക്കാതെ ഹൈഡ് ചെയ്യുന്ന, നിങ്ങളോട് ഒരു ആളുടെ റിയൽ വേർഷൻ കാണിക്കാതെ ഹൈഡ് ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടർ അവരിൽ ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട്, മെയിൻ ആയിട്ട് ഒരു പ്രശ്നമായിട്ട് കാണുന്നത് അതാണ് കേട്ടോ. 9 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ റിലേഷനിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ള ഒരു കണക്ഷൻ ഈ റിലേഷനിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് ഈ ഒരു കണക്ഷൻ വന്നപ്പോഴും നിങ്ങൾ അത്രയും സന്തോഷത്തിലായിരുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കണക്ഷൻ കിട്ടി എന്നുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പേഴ്സന്റെ നെഗറ്റീവ് സൈഡ് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലായി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ റിലേഷൻ സേഫ് ആണോ, അല്ലെങ്കിൽ ഈ റിലേഷൻ എനിക്ക് ആപ്റ്റ് ആണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആള് ആ ഒരു ഇമോഷണലി നിങ്ങളോട് അറ്റാച്ച്ഡ് ആയ പോലെ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാ ഒരു അത്രയും അന്ന് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളും നിങ്ങളോട് ഇപ്പോ അതുപോലെ ആ ഒരു ബോണ്ടിങ് ഇപ്പോൾ ആളില് ഇല്ലാതായതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ആൾക്ക് അത്രയും ഒരു സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്യുന്നില്ല, അത്രയും ആള് നിങ്ങളോട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. 6 ഓഫ് സോഴ്സ് എനർജിയാണ്.
ഇവിടെ നിങ്ങളിപ്പോ ഒരു കൺഫ്യൂഷനിലാണ്. ഈ റിലേഷൻ നിൽക്കണോ, ഞാൻ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ ചീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു കാര്യത്തിലോട്ടാണ് നിങ്ങളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. ഈ നെഗറ്റീവ് സൈഡ് അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആളുടെ ക്യാരക്ടറിലായിരിക്കാം, അല്ലെങ്കിൽ ആളിപ്പം മറ്റൊരു റിലേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ആണ്. ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ, ഞാൻ ഇപ്പം മൂവ് ഓൺ ചെയ്യണോ, അതോ ഈ റിലേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു മാനസികമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോവാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ. ഫ്യൂച്ചറിൽ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു നെഗറ്റീവ് സൈഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കാണിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ അതിന്റെ പുറത്തൊരു പ്രതീക്ഷ വെക്കുന്നതായിട്ടാണ് ഈ ഒരു ഏസ് ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത്. ആ ഒരു നെഗറ്റിവിറ്റിയെ മറന്ന്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനത്തിൽ നിങ്ങൾ ഇവിടെ പോസിറ്റീവായിട്ട് ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരും, ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ട് മാറ്റം വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. 7 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ഇത്രയും കാലം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട്. പക്ഷെ അത്രയും ആ ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ഇല്ലാത്തതിന്റെ വിഷമം, നിരാശ, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സണലിൽ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്, ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ള തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇട്ട എഫേർട്ടിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് ഫേസ് ചെയ്യുന്നുണ്ട് ആ ഒരു വിഷമം. അപ്പം ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു നെഗറ്റീവ് സൈഡ് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു നെഗറ്റീവ് സൈഡുള്ള ഒരു റിലേഷൻ നമ്മൾ നിൽക്കുമ്പം അവിടെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു മുന്നോട്ടാണെങ്കിലും ഇത് ശരിയായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രതീക്ഷിച്ച് നമ്മളുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇങ്ങനെയുള്ള കണക്ഷൻസ് പോവാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. റിലേഷന്റെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഒരു കാര്യം ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ബി അസർട്ടീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധാലുക്കളാവണം, അല്ലെങ്കിൽ ഒന്നുകൂടി ഈ കാര്യം ഒന്നുകൂടി നിങ്ങൾ അനലൈസ് ചെയ്യണം. ഈ റിലേഷൻ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ആൾ എന്നോട് ബിഹേവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കാം പേഴ്സൺ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. റിലേഷന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം ഇതിന്റെ കാര്യത്തിൽ ഒരു ഡിസിഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂലൈ, ഏപ്രിൽ, ഉത്രട്ടാതി, മെയ്, ചതയം, കാർത്തിക, ലെറ്റർ ജെ, ജൂൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.